ആദ്യം പഞ്ചാഗ്നി MT സാർ പ്ലാൻ ചെയ്തിരുന്ന ഒരു മെയിൽ സബ്ജക്റ്റ് ആയിരുന്നു. മമ്മൂട്ടിയെയാണ് അന്ന് ഉദ്ദേശിച്ച മനസ്സിൽ കണ്ടത്. അപ്പോൾ മോഹൻലാൽ അന്ന് പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്നോട് പറഞ്ഞു ശരപഞ്ചരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഹിന്ദി വേർഷൻ അതിൻ്റെ ഡിസ്കഷനോ കാര്യങ്ങൾക്ക് ബോംബെ വന്നതാണ്. അപ്പോൾ സാർ പറഞ്ഞു അതിനകത്തൊരു മിസ്റ്റേക്ക് വിജയമാണ് നിങ്ങൾ കാണിച്ചത്. സിനിമ ആസ് എ ബിസിനസ് എന്ന് നിങ്ങൾ എവരി ടൈം ആലോചിക്കുന്നെങ്കിൽ ആ മീറ്റിങ്ങുകൾ MT സാറ് സംസാരിക്കുന്നത് ഒരു സിനിമ സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരാളിൻ്റെ താല്പര്യങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ പുള്ളിയുടെ ഈ സബ്ജക്റ്റുകൾ സിനിമ ആക്കുന്നു അതൊന്നുമല്ല. അതിനുപരിയായിട്ട് എൻ്റെ സിനിമ ബിസിനസ്സിലെ എൻട്രിയെ പറ്റിയും ഒരുപക്ഷെ അതിന് മുമ്പുണ്ടായ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും പിന്നെ സിനിമയിൽ ആസ് പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ വന്നു കഴിഞ്ഞുള്ള അനുഭവങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒരുപാട് ഇൻസിഡൻസ്, ഒരുപാട് മെമ്മറീസ്, സ്വീറ്റ് ആൻഡ് ബിറ്റർ, അങ്ങനെയുള്ള ഒരുപാട് മെമ്മറീസും ഉണ്ട്. ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ബോംബെയിൽ പോയി അത്യാവശ്യം ഒരു മാനേജ്മെൻറ്റ് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിസിനസ്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒരു എക്സ്പോർട്ട് ബേസ്ഡ് ഒരു ചെറിയ ബിസിനസ് പരിപാടികളിൽ എൻട്രി ചെയ്യുകയും അങ്ങനെ ആ ബിസിനസ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സിനിമ എനിക്ക് ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നൊരു ഫീൽഡ്. പക്ഷേ ഒരു പ്രൊഡ്യൂസർ ആകണമെന്നോ ഒരു സിനിമയിലെ ഒരു മേജർ പ്ലെയർ ഏത് ഫീൽഡിലാകണമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നതല്ല. നല്ല സിനിമ കാണുക, അത് എൻജോയ് ചെയ്യുക. ഓഫ് കോഴ്സ് അന്നും നല്ലതല്ലാത്ത സിനിമകളെ പറ്റി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഡിപ്രഷൻ പോലെയാണ്, പിന്നെ അതിനെപ്പറ്റി നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ബട്ട് നല്ല സിനിമകളെ ഇഷ്ടപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് എൻ്റെ യങ്ങർ ബ്രദർ ജയകുമാർ പാവചിത്ര ഫിലിംസ് ബോംബെയിൽ വരികയും ഞാൻ ജയകുമാറിൻ്റെ ഒരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടി അന്ന് ഇതുപോലെ ബിസിനസ് മാനേജ്മെൻറ്റിന് പോകുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ജയൻ എന്നെക്കാട്ടിൽ വളരെ കൂടുതൽ സിനിമയിൽ വളരെ ഇൻവോൾവ്ഡും ഇൻട്രസ്റ്റഡും ഒരുപക്ഷെ ഒരു ക്യാരിയർ അതിലോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു. അപ്പം ഞാനത് ആദ്യം എനിക്ക് ഒരു ഇച്ചിരി സെറ്റപ്പ് ആയിരുന്നു. കാരണം സിനിമ എന്ന് പറയുന്നതിലോട്ടൊരു ക്യാരിയർ അല്ലെങ്കിൽ അതൊരു ബിസിനസ് എന്നൊക്കെ പറയുന്നത് വെളിയിൽ നിന്നൊക്കെ ഉള്ള എൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ച് ഒരു ഡേഞ്ചർ സോണാണ്. അതൊരു വളരെ സേഫായിട്ടുള്ള ഇതാണോ എന്നുള്ള സംശയമൊക്കെ ഉള്ളതുകൊണ്ട് ആ രീതിയിൽ സംസാരിച്ചെങ്കിലും ജയൻ അതിൽ ഡിറ്റർമിൻഡ് ആയിരുന്നു. അങ്ങനെ എൻ്റെ മദ്രാസിൽ എനിക്ക് എൻ്റെ വൈഫിൻ്റെ പേരൻസും ഒക്കെ മദ്രാസ് സെറ്റിൽഡ് ആയിരുന്നുകൊണ്ട് അവിടെയുള്ള കോണ്ടാക്റ്റ് വെച്ച് മദ്രാസിൽ വളരെ ഫ്രീക്വൻ്റായിട്ട് ഞങ്ങൾ പോവുകയും വരികയും ചെയ്യുന്നു. ജയൻ അങ്ങനെ സിനിമ ഡയറക്ഷൻ പരിപാടി തുടങ്ങണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും അന്ന് മങ്ക ബാലകൃഷ്ണനെ ഡയറക്ടർ ഹരിഹരൻ സാറൊക്കെ നമ്മുടെ ഫാമിലിയായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളവരും വളരെ പേഴ്സണൽ ലെവലിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സിനിമ ഡയറക്ഷൻ പരിപാടി തുടങ്ങുന്നതിന് ജയം താല്പര്യം കാണിച്ചു, അതിനകത്ത് ഇൻട്രസ്റ്റഡായി, ഞാൻ അതിനെ സപ്പോർട്ടും ചെയ്തു. അങ്ങനെ തുടങ്ങി ഒരു സിനിമ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. മങ്ക ബാലകൃഷ്ണൻ മദ്രാസിലാണ്, ഹരിഹരൻ സാറ് വളരെ അടുത്ത ഇതാണ്. അപ്പം ഒരു പടം ചെയ്യും, ജയകുമാർ അതിൽ അസോസിയേറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ആകുമെന്ന് പറഞ്ഞ് എല്ലാം പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് പൂമടത്തെ പെണ്ണ് എന്ന് പറഞ്ഞൊരു ഫിലിം തുടങ്ങാൻ കാരണം. ആ സിനിമയുടെ കാര്യങ്ങളൊക്കെ ഞാനന്ന് ബോംബെയിലാണ്, പിന്നെ ഗോപാലകൃഷ്ണൻ എല്ലാം നോക്കുന്നു. ജയനും അന്ന് ബോംബെയിലാണ് ആക്ച്വലി ഉള്ളത്. ഗോപാലകൃഷ്ണൻ്റെ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് ഹരിഹരൻ സാറുമായിട്ട് പിന്നെ അന്ന് അപ്പോൾ ഗോപാലകൃഷ്ണൻ്റെ ഡെഫിനറ്റ്ലി മങ്ക ബാലകൃഷ്ണൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫൈനാൻഷ്യൽ സേഫ് ആയിരിക്കണമല്ലോ. ഇപ്പം നമ്മളൊരു പ്രൊഡ്യൂൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു സേഫ് ആയിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് പ്രേം നസീർ സാറാണ് അന്നത്തെ ഏറ്റവും സെയിലബിൾ ആയിട്ടുള്ള ഒരു സിനിമയുടെ നായകനും. അന്നത്തെ ബിസിനസ് അങ്ങനെയായിരുന്നു. അങ്ങനെ പ്രേം നസീർ സാറും FG സോമനുണ്ട്, രാമു, ഉണ്ണിമേരി, അങ്ങനെ ഒരു ടീമിനെയൊക്കെ സെറ്റാക്കി പടം അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് പടം ഷൂട്ടിങ്ങിനുള്ള പ്രിപ്പറേഷൻ നിലമ്പൂരിലായിരുന്നു എൻ്റെ ഷൂട്ടിങ് എല്ലാം കാര്യങ്ങളാണ്. അപ്പം ഞാൻ അതിനകത്തൊന്നും ഇൻവോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഗോപാലകൃഷ്ണൻ എല്ലാം നോക്കുന്നുണ്ട്. ജയകുമാർ വന്ന് ബോംബെയിലാണ്. അപ്പോൾ പടം തുടങ്ങുന്നതിന് മുമ്പ് എന്നാൽ ജയകുമാർ വരട്ടെ, അതിനകത്ത് ഇൻവോൾവ് ചെയ്യാമെന്ന് വെച്ചപ്പോൾ ജയൻ എന്തോ അന്നൊരു പേഴ്സണലായിട്ട് പുള്ളിയുടെ പ്രിഫറൻസസ്, പിന്നെ അന്ന് ഭരതൻ മാഷയുടെയൊക്കെ ഒരു പീക്ക് ടൈമിലോട്ട് അന്നത്തെ ന്യൂ ജൻ എന്ന് പറയാവുന്ന പല സിനിമകളും വന്നൊരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പടത്തിലോട്ട് ഇൻവോൾവ് ചെയ്യുന്നതിന് വേണ്ടി പുള്ളി ഭരതൻ മാഷുമായിട്ട് കാണുകയും
അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നെ KPC ലളിത നമ്മുടെ കായംകുളം നമ്മുടെ വീടിനടുത്തുള്ള ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായി. അവിടെ ചെന്ന് അങ്ങനെ ഒരു പ്ലാൻ നടത്തിയപ്പോഴാണ് കാതോട് കാതോട് എന്നുള്ളൊരു പടത്തിൻ്റെ പ്ലാനിങ്ങിനെ പറ്റി അവിടെ തുടക്കമുണ്ടായത്. ആക്ച്വലി ഞാൻ അന്നേരം ആ സ്റ്റേജ് അത്രയും കമ്മിറ്റഡ് അല്ലായിരുന്നു. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം ഡെവലപ്പായപ്പോൾ അത് മതി അല്ലെ, അതിലോട്ടാണ് ജയൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നുള്ളൂ, തുടങ്ങിയിട്ടില്ല. പക്ഷേ ഈ പടം തുടങ്ങിപ്പോയി. ഏത് പിന്നെ പൂമടത്തെ പെണ്ണെന്നുള്ള പടം. അത് പിന്നെ ഡിസ്ട്രിബ്യൂഷൻ അന്ന് ആദ്യം ഉദയോ സ്റ്റുഡിയോ ആയിട്ട് ഗോപാലകൃഷ്ണൻ സംസാരിക്കുകയും പിന്നെ ഹരിഹരൻ സാറും അന്ന് ഉദയോയിൽ ഉണ്ടായിരുന്ന മിസ്റ്റർ കുഞ്ചാക്കോയെ വരികയും സംസാരിച്ചത് ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ആയി. അങ്ങനെ പടം ഡിസ്ട്രിബ്യൂഷൻ സൈഡിലുള്ള ഒരു ബാക്കപ്പും സപ്പോർട്ടും ഇല്ലാതായി. പടം നമ്മൾ തന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ അന്ന് ഗാന്ധിമതി ബാലൻ്റെ സിനിമ എൻട്രി ചെയ്ത സമയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബ്രദർ എൻ്റെ പേഴ്സണൽ ഫ്രണ്ടുമായിരുന്നു, മിസ്റ്റർ KPP നായർ. അങ്ങനെ അവരോട് ഡിസ്ട്രിബ്യൂഷൻ ആ പടം ചെയ്തു, പടം റിലീസ് ചെയ്തു. പക്ഷേ സാമ്പത്തികമായിട്ട് അതൊരു വലിയ പരാജയമായതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസും അറിയില്ല. അന്ന് എനിക്ക് സിനിമയെ പറ്റി ഒന്നും അറിയില്ല. ബേസിക്കലി ആകെ എനിക്കറിയാവുന്നത് പടം എല്ലാം കംപ്ലീറ്റ് ആയി, ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തു, ഇത്രയും മാത്രം അറിയുന്നുണ്ട്. ബട്ട് ഒരു ഫൈനാൻഷ്യൽ ഗെയിൻ ഇല്ല എന്നുള്ളതല്ല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒന്നും നമുക്ക് റിക്കവർ ആയിട്ടില്ലായിരുന്നു, സീറോ ആയിരുന്നു. എന്ത് സംഭവിച്ചു എന്നറിയില്ല, അങ്ങനെ അങ്ങ് നിർത്തി. അപ്പം ഞാൻ വെച്ച് ഇനിയും ഫിലിം ബിസിനസ് നമുക്ക് വലിയ സേഫ് ബിസിനസ് അല്ലല്ലോ. ജയനോടും അനിയോടും ഞാൻ പറഞ്ഞു നമുക്ക് ആസ് എ ബിസിനസ് ഇത് ശരിയാവില്ല. അപ്പോൾ അതങ്ങനെ സിനിമയുടെ ഒരു വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആക്സിഡൻ്റലായിട്ട്, അതാ എൻ്റെ എൻട്രി പിന്നെ സിനിമയിലോട്ടുള്ളത് ഒന്നുകിൽ ആക്സിഡൻ്റൽ അല്ലെങ്കിൽ ഡെസ്റ്റൈൻഡ് ആയിരുന്നു. ഈ ഇതായിരിക്കും. ബോംബെ വെച്ച് ഖാർ ജിംഖാന എന്ന് പറഞ്ഞ ക്ലബ്ബിൽ ഞാൻ മെമ്പറാണ്. ഞാൻ ആ ക്ലബ്ബിൽ നിന്ന് ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ പറ്റി വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഒരു കൂടെ ക്ലബ്ബിൽ പലയിടത്തും കാർട്ട് റൂമിലും ബാറിലും ഒക്കെ കാണാറുണ്ട്. അയാളും നമ്മുടെ ഹരിഹരൻ സാറും കൂടെയാണ് നടന്ന് ക്ലബ്ബിലോട്ട് വരുന്നത്. അപ്പം ഞാൻ സാറിനെ കണ്ടപ്പോൾ സാർ എങ്ങനെ ബോംബെ വന്നു എന്നുള്ള ചോദ്യം, സാറ് ശരപഞ്ചരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഹിന്ദി വേർഷൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ പ്രൊഡ്യൂസറാണ് ഈ ഡിസ്ട്രിബ്യൂട്ടർ. അവർ ഓൾറെഡി ധാരണയായിരിക്കുന്നു. അതിൻ്റെ ഡിസ്കഷനോ കാര്യങ്ങൾക്ക് ബോംബെ വന്നതാണ്. അപ്പം ഞാൻ ഈ പൂമടത്തെ പെണ്ണെന്ന പടം നടക്കുമ്പോൾ ആകെ ഒരു പ്രാവശ്യം നിലമ്പൂരിൽ പോയി ഹരിഹരൻ സാറോട്ടൊക്കെയുള്ള ഒരു പരിചയവും, പിന്നെ എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ചെന്നൈ നടക്കുമ്പോൾ 2-3 വട്ടം ഹരിഹരൻ സാറോട്ട് കൂടുതൽ കാണുകയും പരിചയപ്പെടും. പക്ഷേ ഞങ്ങൾ തമ്മിലൊരു വലിയ പേഴ്സണൽ റിലേഷൻഷിപ്പോ എക്സ്ചേഞ്ച് ഐഡിയാസോ ഒന്നും ആയിട്ടില്ലായിരുന്നു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, വിജയകുമാർ പിന്നെ വന്ന സിനിമയൊക്കെ ചെയ്ത സമയത്ത് എനിക്ക് പല കാര്യങ്ങളും പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ സാഹചര്യവും അന്നത്തെ ഇതുമൊക്കെ അതൊന്നും അനുവദിച്ചില്ല. പിന്നെ നിങ്ങൾ ബോംബെയിലാണ്, നിങ്ങളെ അധികം കാണാനുമില്ല. പക്ഷേ കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ അവിടെ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ വളരെ സന്തോഷം സാർ, നമുക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഹരിഹരൻ സാറും കൂടെ ബോംബെയിൽ 1-2 ദിവസം കണ്ടപ്പോൾ ഹരിഹരൻ സാറാണെന്ന് എന്നോട് പറയുന്നത്, ഈ സിനിമ ഞാൻ സാറ് ഡയറക്ടറായിരുന്നു, സാറ് പ്രൊഡ്യൂസറായിരുന്നു, സാറിൻ്റെ പടം ഡിസ്ട്രിബ്യൂഷന് കൊടുത്തിട്ട് അപകടം പറ്റിയ അനുഭവങ്ങളുണ്ട്, പൈസ കിട്ടിയ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു, അതിനകത്തൊരു മിസ്റ്റേക്ക് വിജയകുമാർ നിങ്ങൾ കാണിച്ചത്, ഈ ഫിലിം ബിസിനസ്സിനകത്ത് ഓരോ അതർ ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഈ അടുത്ത കാലങ്ങളിൽ വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ മാറ്റം മനസ്സിലാക്കിയുള്ള സിനിമയാണ് ഞാൻ അടുത്ത സമയത്ത് അന്ന് ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച എന്ന് പറഞ്ഞ സിനിമ വളരെ സക്സസ് ആയതാണ്. അത് MT വാസുദേവനാരുടെ ഉള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, അങ്ങനെയുള്ള ഒരു ആ കാലഘട്ടത്തിൻ്റെ മാറ്റം അങ്ങനെയുള്ള സിനിമകളിലേക്ക് ആകർഷിക്കുകയാണ് ഓഡിയൻസിനെ. അല്ല പഴയ കൺവെൻഷണൽ സിനിമയിലൊരു മാറ്റമാണ്. ഞാനത് മനസ്സിലാക്കി. പക്ഷേ ഗോപാലകൃഷ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് വിജയകുമാറിൻ്റെ ബ്രദറും ഒക്കെ വന്നതിന് അതിനുള്ളാവുന്ന ഒരു പടമായത് നമുക്കൊരു സേഫ്റ്റി ആദ്യം നോക്കാം. അതുകൊണ്ട് ഒരു അന്നത്തെ ഒരു മോഡേണോ അല്ലെ ഇച്ചിരൂടെ റെവല്യൂഷണറി ആയിട്ടുള്ള സിനിമയ്ക്ക് പകരം ഇങ്ങനെ ഒരു സേഫ്റ്റി കണ്ടു. ഞാനതിനെ കൂടെ നിന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ അതല്ല സിനിമ. ഇങ്ങനെ അങ്ങനെ സാറ് ഞാനോട്ട് 2 ദിവസം സംസാരിച്ചപ്പോഴാണ് സാർ പറയുന്നത്, നമുക്ക് സിനിമ ആസ് എ ബിസിനസ് എന്ന് നിങ്ങൾ എവരി ടൈം ആലോചിക്കുന്നെങ്കിൽ മാറിയ സാഹചര്യത്തിൽ പുതിയ സെറ്റപ്പിൽ MT വാസുദേവൻ സാറ് കൂട്ടർ ആളുമായിട്ടൊക്കെ സഹകരിച്ചിട്ട് നല്ല സിനിമകൾ ചെയ്യാം. നല്ല സിനിമകൾക്ക് ഡെഫിനറ്റ്ലി മാർക്കറ്റുണ്ട്. നല്ല സിനിമകൾ ചെയ്ത് സ്വന്തമായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ ഒരു ബിസിനസ് മോഡ്യൂളാണെങ്കിൽ ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് ചെയ്യാം. അത് നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാകാം, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കി നമുക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നു. കാരണം
രണ്ട് റീസൺ. ഒന്ന്, നമ്മളൊരു സിനിമയിൽ ചെന്നു, അതിനകത്ത് നമുക്ക് സാമ്പത്തികമായ പരാജയവും പിന്നെ സിനിമ ചെയ്ത് മോശമായി, അപ്പോൾ അതങ്ങോട്ടൊരു ഇമ്പാക്റ്റ്, അപ്പോൾ ആ ഒരു ഇതുമുണ്ട്. സോ രമൺ സാർ നമുക്കത് എങ്ങനെയാണത് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്ലാൻ എന്നോട് പറഞ്ഞു, വരൂ മദ്രാസിൽ വന്ന് നമുക്ക് MD വാസുദേവൻ സാർ ആദ്യം കാണാം. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ നമുക്ക് ഏറ്റവും എനിക്ക് വിശ്വാസം, കാരണം ഉള്ള രീതിയിലുള്ള സിനിമകൾ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ കൂടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സേഫ്റ്റി ഉണ്ട്, അന്തസ്സുള്ള പടമായിരിക്കും, അതിനൊരു ഒരു റെസ്പെക്റ്റും ഉണ്ടായിരിക്കും, ബിസിനസ്സും ഉണ്ട്. അങ്ങനെ ശരിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉദ്ദേശിച്ചതാണ്, ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്താൽ എന്താ, ഏതായാലും പോകാം. ഈ പറയുന്ന രീതിയിൽ കൂടി ഇതൊരു ബിസിനസ് മോഡ്യൂളായിട്ട് കാണാൻ പറ്റുന്നെങ്കിൽ ജയനും താല്പര്യമുണ്ടല്ലോ ബ്രദറിന്, നമുക്ക് നോക്കാം. ഈ ഒരെണ്ണത്തിൽ പറ്റിയ സാമ്പത്തികമായിട്ടും മറ്റൊരു ഒരു പ്രസ്റ്റീജ് വൈസും ഉള്ള ഒരു സെറ്റ് ബാക്ക് ഉണ്ടല്ലോ, അതൊന്ന് കവർ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ വന്ന് MT സാറുമായിട്ട് ഹരിഹരൻ സാറും ഞങ്ങൾ മീറ്റ് ചെയ്ത്, ആ മീറ്റിങ്ങുകൾ അന്ന് MT സാറിന് മദ്രാസിലൊരു ഫ്ലാറ്റും ഒക്കെ ഉണ്ട്. ഹാഫ് ദ ടൈം പുള്ളി മദ്രാസിലും കാലിക്കറ്റുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയമൊക്കെ. ആ മീറ്റിങ്ങുകളിൽ നിന്ന് എനിക്കൊരു, ഐ ആം ഫ്രാങ്ക്ലി പറയുന്നത്, എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ്. കാരണം MT സാറ് സംസാരിക്കുന്നത് ഒരു സിനിമ സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരാളിൻ്റെ താല്പര്യങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ പുള്ളിയുടെ ഈ സബ്ജക്റ്റുകൾ സിനിമ ആക്കുന്നു, അതൊന്നുമല്ല. അതിനുപരിയായിട്ട് നിങ്ങൾ ഇങ്ങനൊരു സിനിമ ഒരു ബിസിനസ്സായിട്ട് കാണുകയാണെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ചില ഗൈഡ് ലൈൻസ്, അതിൻ്റെ പ്ലാനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയും, പിന്നെ പുള്ളിയുടെ നോളജും പുള്ളിയുടെ ഒരു എന്താ, എന്നോട് ചോദിച്ചാൽ ഇത്ര ഇൻഡെപ്തായിട്ട് എല്ലാ സബ്ജക്റ്റിലും, സിനിമയോ സ്ക്രിപ്റ്റോ അല്ലാതെ സ്പോർട്സിനെ പറ്റി പറഞ്ഞാൽ ഈസ് അപ് ടു ഡേറ്റ്, ടോക്ക് അബൌട്ട് പൊളിറ്റിക്സ് ഈസ് വെരി അപ് ടു ഡേറ്റ്. അതിനെയൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരാളും ഇത്രയും ഒരു പേഴ്സണാലിറ്റിയിൽ ഐ ഗോട്ട് റിയലി ഒരു ഇംപ്രസ്ഡ് എന്നും അതിനെക്കാട്ടി കൂടുതൽ കൺവിൻസ്ഡും. അങ്ങനെ നമ്മൾ സിനിമ ഒരു ബിസിനസ്സായിട്ട് തന്നെ ചെയ്യുന്നതിനുള്ള ഒരു തീരുമാനം ഉണ്ടായി അവിടെ വെച്ച്. അങ്ങനെയാണ് ഈ പേരിൻ്റെ കാര്യം പറയുന്നത്. അപ്പം ഒരു ബാനർ ഏത് വേണം എന്നൊക്കെ ആലോചിക്കുമ്പോഴും MT സാർ ഇതിനാണ് സജസ്റ്റ് ചെയ്ത്, 7 കലകളുടെ ഒരു സമ്മിശ്രമാണ് സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയ. അപ്പോൾ അങ്ങനെ 7 ആർട്സ് എന്നുള്ള പേരും, അന്ന് 2 സ്ക്രിപ്റ്റ് MT സാർ ഒരേ സമയത്ത് ഹരിഹരൻ സാറുമായിട്ട് ഡിസ്കഷനിൽ പ്രോഗ്രസ് നടക്കുകയാണ്. ഒന്ന് പഞ്ചാഗ്നി, 2 നഖക്ഷതങ്ങൾ. ഈ സമയത്ത് നമ്മുടെ ബ്രദർ വന്നു. ഈ ഭരതൻ മാസ്റ്ററുമായിട്ട് ഉള്ള മീറ്റിങ്ങും കൂടെ കാതോരത്തിൻ്റെ പ്രോഗ്രസ് ഒരു സൈഡിൽ കൂടെ നടക്കുന്നത്. ജോൺ പോളാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ ജോൺ പോള് എൻ്റെ അറിവിൽ ഒരു അനുഭവത്തിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ളതിനുപരി ഒരു കംപ്ലീറ്റ് ഓർഗനൈസറാണ്. ഒരു ഫിലിമിൻ്റെ കാസ്റ്റിംഗ് മുതൽ ലൊക്കേഷൻസ് മുതൽ ഇതൊക്കെ പുള്ളി അങ്ങ് ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യുന്നത്. അപ്പം മമ്മൂട്ടിയെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടു. ആ പ്രോജക്റ്റ് ഓക്കെ ആകുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ശരി നമുക്ക് ഈ MT സാറോട് ഇങ്ങനെ സംസാരിച്ച് പോവുകയാണല്ലോ, നമുക്കിത് ആകട്ടെ. അങ്ങനെ അത് ഇൻഫാക്റ്റ് ഫസ്റ്റ് തുടങ്ങുന്നു. പഞ്ചാഗ്നിയും നക്ഷത്രങ്ങളുടെ സ്ക്രിപ്റ്റ് റെഡിയായിട്ട് ആ പ്രോജക്റ്റുകൾ ഓണാവുന്നപ്പോൾ ഏത് ചെയ്യണോ അത് രണ്ടിൻ്റെ സ്ക്രിപ്റ്റ് ആക്ച്വലി ഒരേ സമയത്ത് തന്നെ പക്കായിരിക്കുകയാണ്. അപ്പം നമുക്ക് സിനിമയിലുള്ള പരിചയപ്പെട്ട നേരത്തെ ചില ഫ്രണ്ട്ഷിപ്പുള്ള ചില ആൾക്കാരുണ്ടല്ലോ, അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പ്രൊഡക്ഷനിലെ അന്നൊരു RS മണി എന്ന് പറഞ്ഞ ഹരിഹരൻ സാറിൻ്റെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരു പഴയ പ്രൊഡക്ഷൻ മാനേജറും പക്ഷേ സിനിമയിലെ ആക്റ്റീവായിട്ടുള്ള ഹൈലി നോളജബിളായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു RS മണി. അങ്ങനെ RS മണിയെ ഞാൻ നമ്മുടെ കൂടെ കൂട്ടിയിട്ട് ഒരു മാനേജറായിട്ട് എടുത്തിട്ട്, അപ്പോൾ RS മണി എൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ ഫീൽഡിൽ പറയും. ഇപ്പോൾ സാർ ഈ പുതിയ മോഡേൺ ആയിട്ടുള്ള കോൺസെപ്റ്റും സിനിമകളും വരുന്നുണ്ടെങ്കിലും സിനിമ ആസ് എ ബിസിനസ് നോക്കുമ്പോൾ അതിനകത്ത് ഒരു കാസ്റ്റിങ്ങും സെയിലബിളായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഘടകമാണ്. അങ്ങനെയുള്ള പലരുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് തോന്നും. അപ്പോൾ ഞാനത് ഷെയർ ചെയ്യുമായിരുന്നു അവരായിട്ട്, ഹരിഹരൻ സാറുമായിട്ടും MT സാറുമായിട്ടും. പക്ഷേ എനിക്ക് വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു ഫ്രീഡം MT സാറിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് നക്ഷത്രങ്ങൾ ടോട്ടലി ന്യൂ ആർട്ടിസ്റ്റുകളെ, പുതിയ ആർട്ടിസ്റ്റുകളായിട്ടുള്ള 2 പേരെ കണ്ടെത്തുകയാണ്. അത് ഹരിഹരൻ സാറും MT സാറും ഒക്കെ തന്നെ ചെയ്യുന്നു. അതിനെ നെക്സ്റ്റ് ആക്കിയിട്ട്
പഞ്ചാഗ്നി ആദ്യം ചെയ്യുന്ന രീതിയിൽ കൂടെ പ്ലാൻ ചെയ്യും. അപ്പോൾ കാതറോയിൽ ഓൾറെഡി ഷൂട്ടിങ്ങിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് ഞാൻ പിന്നെ ഇൻവോൾവ് ആവുന്നു. ബോംബെയിലാണെങ്കിൽ ഇവിടെ വരികയും അതിൻ്റെ കാര്യങ്ങൾക്ക് കൂടെ പോവുകയും. അപ്പോൾ അന്ന് പ്രൊഡക്ഷൻ മോഹൻ ഉണ്ട്, മാനേജറായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്, അവർ നടത്തുന്നു. പിന്നെ ജയൻ ഉണ്ടായിരുന്നു അത്യാവശ്യം, മണി RS മണി എല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചാഗ്നിക്കകത്ത് കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്തൊരു ചെറിയ ഡെവലപ്മെൻ്റ് ഉണ്ടായിരുന്നു. ആദ്യം പഞ്ചാഗ്നി MT സാർ പ്ലാൻ ചെയ്തിരുന്നത് ഒരു മെയിൽ സബ്ജക്റ്റ് ആയിരുന്നു. എൻ്റെ ഓർമ്മയും അറിവും ശരിയാണെങ്കിൽ അന്നൊരു റെവല്യൂഷണറി ആയിട്ടൊരു വർഗീസ് എന്നൊക്കെ പറഞ്ഞൊരു റിബൽ ഉണ്ടായിരുന്ന അയാളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാര് ചെയ്യണം എന്ന് പറഞ്ഞ് മമ്മൂട്ടിയെയാണ് അന്ന് ഉദ്ദേശിച്ച മനസ്സിൽ കണ്ടത്. പക്ഷേ മമ്മൂട്ടിക്ക് അന്ന് എന്തോ മേജർ ഫിലിം കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഒരു ഡേറ്റ് അവൈലബിലിറ്റി പ്രോബ്ലം വരികയും, അപ്പോൾ ഹരിഹരൻ സാറും MT സാറും കേട്ട് ഡിസ്കഷൻ നടത്തി എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാൻ വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ആ സബ്ജക്റ്റിനകത്ത് ചിലപ്പോൾ ഒരു മാറ്റം വരുത്തി ഒരു ഹീറോ എന്നുള്ളത് ഒരു ഹീറോയിൻ സബ്ജക്റ്റായിട്ട് മാറിയേക്കാം. എനിക്ക് അത്രയും വലിയ ഒരു ഇൻഡെപ്ത് നോളജ് ഈ സ്ക്രിപ്റ്റിനെ പറ്റുന്നില്ല. ഹരിഹരൻ സാറും MT സാറുമായിട്ടുള്ള അവരുടെ ഒരു ഇൻട്രാക്ഷൻ കൂടെ എവറിത്തിങ് വാസ് ഫൈൻ. എനിക്കതിന് അറിയേണ്ട ആവശ്യവുമില്ല. അങ്ങനെയാണ് അതൊരു ഫീമെയിൽ സബ്ജക്റ്റായിട്ട് മാറി. അപ്പോൾ ഫീമെയിൽ സബ്ജക്റ്റായിട്ട് പിന്നെ ആരെ കാസ്റ്റ് ചെയ്യണം, പലരെ പറ്റി ആലോചിച്ചു. അതൊരു പുതിയ ആളായിക്കോട്ടെ മലയാളത്തിൽ ഇല്ലാത്തതെന്നുള്ള ഹരിഹരൻ സാറിനും തോന്നി. അങ്ങനെയാണ് ഗീത എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ കണ്ടെത്തി. പഞ്ചാഗ്നി ബിക്കേം എ ഫീമെയിൽ സെൻട്രിക് സബ്ജക്റ്റ്. അപ്പോൾ അതിനകത്ത് തിലകൻ്റെ റോളുണ്ട്. ഈ സമയത്ത് മോഹൻലാലും ഞാനും പ്രിയനും ഒക്കെ മീറ്റ് ചെയ്യാൻ ചില കോമൺ ഫ്രണ്ട്സുമൊക്കെ. അന്ന് ആക്ച്വലി ജഗതിയൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ചങ്ങനാശ്ശേരി പഠിക്കുമ്പോൾ ജഗതി ട്രിവാൻഡ്രം മാറുവേനസിലെ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റി വെച്ച് മല്ലികയും ശ്രീകുമാറും ഞങ്ങളൊക്കെ പരിചയമുണ്ട്. ആ ബന്ധം ഇവിടെ മദ്രാസ് വന്നപ്പോഴും അത്യാവശ്യം ഉള്ളതുകൊണ്ട് പ്രിയനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. മോഹൻലാൽ ആ ഒരു ക്യാരക്ടർ പഞ്ചാഗ്നി ചെയ്താൽ നല്ലതായിരിക്കും എന്നൊരു തോട്ട്. പക്ഷേ മോഹൻലാലിൻ്റെ അടുത്തൊരു മോഹൻലാൽ ഓൾറെഡി ഹീറോ ആയിട്ട് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന സമയമാണ്. എങ്ങനെ അത് പറയണം? ഹരിഹരൻ സാർ പറഞ്ഞൊരു കാര്യം വിജയകുമാർ ഫ്രാങ്കായിട്ട് സംസാരിക്കും, ഇങ്ങനെയാണ് അത് വളരെ പവർഫുൾ ആയിരിക്കും. അപ്പോൾ MT സാറും പറഞ്ഞു മോഹൻലാൽ ചെയ്താൽ ഗംഭീരമായിരിക്കും ആ ക്യാരക്ടർ, പക്ഷേ നോ ഡൗട്ട് ഫീമെയിൽ സെൻട്രിക് സബ്ജക്റ്റ്. അങ്ങനെ ഞാനും പ്രിയനും മോഹൻലാലുമായിട്ട് വൈകിട്ട് കണ്ട് മദ്രാസിൽ രഞ്ജിത്ത് ഹോട്ടലിലായിരുന്നു അവിടെ താമസമൊക്കെ. അങ്ങനെ കണ്ട് ഇങ്ങനൊരു ആവശ്യം. അപ്പോൾ അതിനു മുമ്പേ മോഹൻലാലോട്ട് ഒരുപക്ഷെ അടുത്ത പടം ചെയ്യുന്നതിനെ പറ്റി പ്രിയനും ഞാനും പ്ലാനിങ് ഉണ്ട്. ഒന്നും ആയിട്ടില്ല, താളോട്ടത്തിൻ്റെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ മോഹൻലാൽ അന്ന് പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്നോട് പറഞ്ഞു, വിജയകുമാർ, ഇപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്നത് MT ഹരിഹരൻ സാറുമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യുന്നു. ആ സബ്ജക്റ്റിൽ ഫീമെയിൽ സെൻട്രൽ ക്യാരക്ടറാണെന്നും പക്ഷെ ഞാൻ ചെയ്യാൻ ഒരു നല്ല റോളുണ്ട്, അത് നിങ്ങൾ ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെടുന്നില്ലേ. ഒരു കാര്യം ഞാൻ ചെയ്യാം, എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് MT സാറ് ഹരിഹരനുമായിട്ട് കാണുമ്പോൾ നമുക്ക് സംസാരിക്കാം, ഞാൻ ചെയ്യാം, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളാം പറഞ്ഞു. അങ്ങനെ മോഹൻലാൽ അന്ന് ബ്ലാങ്കായിട്ട് പറഞ്ഞു. ഓഫ്കോഴ്സ് പുള്ളിക്ക് ഇവരെ ഈ ടീമിനോടുള്ള വിശ്വാസം ഉണ്ടായിരിക്കും, പിന്നെ നമ്മുടെ ഒരു ആവശ്യം പരിഗണിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് മോഹൻലാൽ ആ പ്രോജക്റ്റ് വരുന്നു. ആ സമയത്താണ് ഫാസിലിൻ്റെ നോക്കത്ത ദൂരത്ത് റിലീസായിട്ട് നദിയ ഇത് വളരെ പോപ്പുലറായ ഒരു ആർട്ടിസ്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഈ നദിയയുടെ ഫാദർ മൊയ്തും ഞാനും ഒക്കെ ആയിട്ട് ബോംബെ വെച്ച് വളരെ അടുത്ത ഫ്രണ്ട്സായിരുന്നു, വളരെ അടുത്ത ഫ്രണ്ട്സ്. അപ്പോൾ ഈ നദിയെ ഞാൻ ഒരു കൊച്ചു കുട്ടിയായിട്ട് ആ വീട്ടിൽ പോകുമ്പോൾ കാണുകയും ഇവളുടെ അന്നത്തെ പ്രകടനങ്ങളും സ്മാർട്ട്നെസ്സും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട് ഷീ ഈസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അങ്ങനെ നദിയ വന്ന അപ്പം ഞാൻ ഹരിഹരൻ സാറിന് പറഞ്ഞു, ഇങ്ങനെ നദിയ മൊയ്തുവിനെ ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാം, അദ്ദേഹത്തെ ഫാദർ എനിക്കറിയാൻ വേണേൽ പറയാം. സെയിം പ്രോബ്ലം, ഒരു സെൻട്രൽ ക്യാരക്ടർ അല്ല, ചെറിയതായിരിക്കും റോള്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, വിജയകുമാർ ഏതായാലും സംസാരിക്കും. അങ്ങനെ മൊയ്തുവിനെ വിളിക്കുന്നു. മൊയ്തു പറയുന്നു MT ഹരിഹരൻ അന്ന് ഡെഫിനറ്റ്ലി അവരുടെ പ്രോജക്റ്റിനൊരു വലിയ വാല്യൂ ഉണ്ട്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്.
അപ്പോൾ റെഡി ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, പറയാം, നമുക്ക് പ്രശ്നമില്ല, കാര്യങ്ങളൊക്കെ പിന്നെ ഡയറക്ടറുമായിട്ടോ കാണുമ്പോൾ നമുക്ക് സാധിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പ്രോജക്റ്റിൽ ആർട്ടിസ്റ്റുകളുടെ ഒരു 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 പിന്നെ നാച്ചുറലി നിർവണ്ടി വേണമുണ്ടെന്ന് തിലകനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മോഹൻലാൽ കെയിം ആസ് ബിഗ് വാല്യൂ ടു ദ പ്രോജക്റ്റ്. അപ്പോൾ ആ പ്രോജക്റ്റാണ് പിന്നെ ഇമ്മീഡിയറ്റ് റിലീസിന് നമ്മൾ. അപ്പോൾ ഹരിഹർ സാർ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് കാതോട് കാതിൽ ഒരു സൈഡിൽ കൂടെ നടക്കുന്നു, അതിൻ്റെ സമയത്ത് പഞ്ചാഗ്നിയുടെ വർക്ക് നടക്കുന്നു. ഞാൻ പണ്ട് പ്രൊഡ്യൂസർ ഒരു പടങ്ങൾ ചെയ്തിട്ടുണ്ട്, എനിക്കതൊരു പ്രശ്നമില്ല. നക്ഷത്രങ്ങൾ ഞാൻ തന്നെ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യാം, വിജയകുമാർ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമോ, നിങ്ങൾ ഔട്ട് റേറ്റ് മേടിക്കുമോ, എങ്ങനെ ബിസിനസ്, അത് നമുക്ക് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് അതില്ല, നിങ്ങൾ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ഹരിഹരൻ സാറിനൊരു അദ്ദേഹത്തിനൊരു പ്രിൻസിപ്പിൾഡ് ഒരു ഹൈലി പ്രിൻസിപ്പിൾഡാണ്. പുള്ളി ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങോട്ട് നടത്തിയിരിക്കും. അത് പുള്ളിക്കൊരു ടെൻഷനും ഇല്ല. ഞാൻ വേണ്ട ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നോക്കുകയും ചെയ്തു. സോ ഈ 3 പ്രോജക്റ്റ് അങ്ങനെയാണ് വന്നത്.